നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൻ ഹനീദിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അറബിക് റൈസാണ്. അപ്പോൾ എപ്പോഴും മന്തി ബിരിയാണിയൊക്കെ കഴിക്കുന്ന നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹനീദ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഹനീദിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു 6 ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു മസാലയാണിത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 6 ഏലക്ക, 12 ഗ്രാമ്പു, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ഇതൊന്ന് വറന്ന് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെ വച്ചിരുന്നാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മട്ടൻ ആദ്യമേ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് മട്ടൻ മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഹനീദിൻ്റെ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഈ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4 വിസിലുകൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അങ്ങനെ മട്ടനൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ മട്ടൻ്റെ പീസസ് വേറെയാക്കി അതിൻ്റെ സ്റ്റോക്ക് മട്ടൻ വേവിച്ച വെള്ളം വേറെയായിട്ടും മാറ്റി വച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഇപ്പം 2 കപ്പോളം ഉണ്ട്. ഇനി ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സ്മെല്ലുള്ള എണ്ണയൊന്നും എടുക്കരുത്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 5 ഏലക്കയും 6 ഗ്രാമ്പുവും 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവോള നല്ലതുപോലെ വഴണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒന്ന് മുരിഞ്ഞ് വരണം. അത്രയും സമയം നമ്മളിത് വഴറ്റി കൊടുക്കണം. കാരണം ചോറിൽ സവോള ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ സവോളയൊക്കെ നല്ലതുപോലെ വഴണ്ട് നന്ന മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ചേർക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ആരും ഒഴിവാക്കി കളയരുത്. ഇനി ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം കൂടി
നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റും കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 8 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പം ഇപ്പോൾ 2 കപ്പ് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. മസാലയും മട്ടൻ്റെ സ്റ്റോക്കും വെള്ളവും എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 4 കപ്പ് ബസ്മതി അരിയുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസിലാണ് നമ്മൾ ഹനീദ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വച്ചിട്ട് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി കുഴച്ച് കളയരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം വീണ്ടും അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മട്ടൻ പീസസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒത്തിരി ഡ്രൈ ആയി പോവും. അങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇനി മട്ടൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ മറച്ചിട്ടിട്ട് മറ്റേ വശം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന എല്ലാ മട്ടൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മട്ടനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് റൈസും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് മൂടി വച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ ഹനീദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തിയിൽ നിന്നും ബിരിയാണിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഫ്ലേവറോട് കൂടിയ നല്ലൊരു ടേസ്റ്റാണ് മട്ടൻ ഹനീദിന്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.